ഹായ്, ഞാൻ സുധാ മഴമേഘമാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് മുതിര കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പേരിയാണ്. പഴയ കാലത്തൊക്കെ സിമ്പിളായിട്ട് ചെയ്യും. അതുപോലെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോണത്. ഒരുപാട് മസാലക്കൂട്ടുകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പഴയ രുചിയിൽ ഞാൻ കാണിച്ചു തരാം. വരൂ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുതിര വറുത്ത് തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഈ മുതിരയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടും. അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് അതൊക്കെ വറുത്തിട്ട് ഒരുപാട് കറുത്ത് പോകാതെ വൃത്തിയായിട്ട് ചെറു ചൂടിൽ വറുക്കുക. അതിനുശേഷം നമ്മൾക്ക് അത് വൃത്തിയായി കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും മുതിര വെള്ളത്തിൽ കിടക്കണം. അപ്പോഴേ ആ ഉള്ളിലത്തെ പരിപ്പ് നന്നായിട്ട് സോഫ്റ്റായി വരുള്ളൂ. അപ്പം നമ്മൾക്കിത് വേകാനിടാം. അപ്പം നമ്മൾക്ക് ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുതിര നന്നായിട്ട് വെന്തോട്ടെ. അതിനുശേഷം നമ്മൾക്ക് കടുക് താളിക്കാം. അപ്പോൾ നമ്മുടെ മുതിര വേകാൻ വെച്ച് നന്നായിട്ട് വെന്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മുതിരയും ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നന്നായി വെന്തു നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പം നമ്മൾക്കിനി കടുക് താളിക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് 1 നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മുളക് പൊട്ടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുതിര ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം വേണം. ഇത് കുറച്ച് നന്നായിട്ട് വറ്റുമ്പോഴാണ് ആ ഉപ്പേരിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. രുചിയും കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. നമുക്ക് 2 സ്പൂണ് നാളികേരം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് ഇത്തിരി വറ്റിയിട്ട് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുതിര ഉപ്പേരി എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ തയ്യാറാക്കാൻ പറ്റുന്നത്. ഇതാ ഈ ഗ്രേവി ഉണ്ടെങ്കിൽ ഇത് ചൂടാറുന്ന സമയത്ത് ഈ മുതിരയിലൊക്കെ പിടിച്ച് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചോറിൻ്റെ ഒപ്പവും കഞ്ഞി അങ്ങനെ എല്ലാറ്റിൻ്റെ ഒപ്പവും നമ്മൾക്ക് ഈ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇവിടെ എല്ലാം സിമ്പിളാണ്.